ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടെ സർക്കാരിന്റെ ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരുന്നുണ്ട്. CPM നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഒത്തുകളിക്കുമ്പോൾ നീതിക്ക് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ചോദ്യങ്ങൾ ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ്. പോറ്റിക്ക് പിന്നാലെ CPM നേതാക്കളും പുറത്തിറങ്ങിയാൽ പിന്നെ ഈ കേസിനെ ആര് വിശ്വസിക്കും? ഈ കേസിൽ തുടക്കം മുതലേ സർക്കാർ പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. കുറ്റപത്രം വൈകിപ്പിച്ചും തെളിവുകൾ നശിപ്പിച്ചും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പഴുതുകൾ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതോടെ കേസിലെ ഗൂഢാലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇനി അടുത്തതായി പ്രതിപട്ടികയിലുള്ള CPM നേതാക്കൾ കൂടെ പുറത്തിറങ്ങിയാൽ ഈ കേസിന്റെ കഥ അതോടെ തീരുമെന്ന് ചെന്നിത്തല ആഞ്ഞടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തുടക്കം മുതലേ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ശബരിമല വിഷയത്തിന് പുറമെ CPM നടത്തുന്ന മറ്റൊരു വലിയ കൊള്ളയെക്കുറിച്ചും ചെന്നിത്തല തുറന്നടിച്ചു. രക്തസാക്ഷികളുടെ പേരിൽ CPM പിരിച്ച കോടിക്കണക്കിന് രൂപ എവിടെ പോയി? പയ്യന്നൂരിലും തിരുവനന്തപുരത്തും രക്തസാക്ഷി കുടുംബങ്ങൾ തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏകദേശം 300 കോടി രൂപയോളം ഇത്തരത്തിൽ പാർട്ടി പിരിച്ചെടുത്തിട്ടുണ്ട്. ഓരോ കുടുംബത്തിനും 1 കോടി രൂപ വെച്ച് നൽകാൻ ഈ പണം മതിയാകും. എന്നിട്ടും ഈ പണമൊക്കെ ആരുടെ കീശയിലേക്കാണ് പോയത്? ഇതിന് മറുപടി പറയാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? രക്തസാക്ഷികളുടെ ആത്മാവിനെ പോലും വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറിയിരിക്കുന്നു. അധികാരത്തിന്റെ തണലിൽ വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണവും തട്ടിപ്പുമാണ് നടക്കുന്നത്. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ പിണറായി നേതൃത്വത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ അഴിമതികൾക്കെതിരെയും വഞ്ചനക്കെതിരെയും കോൺഗ്രസ് പോരാട്ടം തുടരുക തന്നെ ചെയ്യും. രമേശ് ചെന്നിത്തല സർക്കാരിനെ പൊളിച്ചടക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്ന എന്താണ്? SIT കൊടുക്കുന്ന അഭിപ്രായങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി മറുപടി പറയുന്നത്. അപ്പോൾ അതൊരു ഡിഫൻസായി കേരളത്തിലെ ഗവൺമെൻറ് എടുക്കേണ്ട കാര്യമില്ല. ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായി ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും അത് പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വന്നു. ഇനി അടുത്ത 2-3 CPM നേതാക്കന്മാർ ഇനിയും പുറത്തു വരും. അതോടുകൂടി ഈ കേസിൻ്റെ കഥ കഴിയും. ഇതാണ് വസ്തുത. അപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകൾ പരിശോധിച്ച് രക്ഷപ്പെടാനുള്ള പ്രതികൾ തേടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ബോധപൂർവമായി പ്രതികളെ രക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ CPM ഏതാണ്ട് 300ഓളം രക്തസാക്ഷികളുണ്ടാകും അല്ലേ? 300ഓളം അവർക്ക് വേണ്ടി പിരിച്ച ഫണ്ടുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ പയ്യന്നൂരിൽ രക്തസാക്ഷികളെ സംബന്ധിച്ചുള്ള ഫണ്ട് പിരിവിനെ സംബന്ധിച്ചാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സമാന ആരോപണം തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്തും ഇതുപോലെ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത് അവർ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരിക്കും. ധാരാളം പരാതികൾ ഇനിയും പുറത്തു വരും. MV ഗോവിന്ദൻ ഇതിനെപ്പറ്റിയൊന്നും ഒരു അക്ഷരം മറുപടി പറയാൻ മനസ്സില്ലെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ MV ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കും. കാരണം ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. പാർട്ടി സഖാക്കളിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല, പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത CPMനുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. ജനങ്ങൾ അതിന് മറുപടി പറയും, ഒരു സംശയവും വേണ്ട. ഇപ്പം രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പാർട്ടി ജനങ്ങളിൽ നിന്നല്ലേ പണം പിരിച്ചത്, അല്ലാണ്ട് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനും ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കില്ലേ? എത്ര ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സില്ല എന്ന്. അങ്ങനെ ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയാണോ? അപ്പോൾ ഏതാണ്ട് 300 കോടി രൂപയോടെ അവർ പിരിച്ചു കാണുമല്ലോ. ഇങ്ങനെ ഓരോ രക്തസാക്ഷി കുടുംബത്തിനും ശരാശരി 1 കോടി രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 300 കോടി രൂപയിലധികം CPM രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിലൊട്ടാകെ പിരിച്ചിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ കണക്കിന് ഇപ്പോൾ തിരുവനന്തപുരത്ത്
മരിച്ച ബന്ധു ഇന്നലെ കോൺഗ്രസിൽ ചേർന്നു. അയാൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ക്രൂരതയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു ക്രൂരതയുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ രക്തസാക്ഷികളുടെ ആത്മാവരോട് പൊറുക്കുമോ? ഇതുവരെ എന്തുകൊണ്ടാണ് പയ്യന്നൂർ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ വിശദീകരിച്ച കാര്യങ്ങൾക്ക് മറുപടി അവർ പറയാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്? അപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് അത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി എന്നുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ പുറത്തു പറയുമ്പോൾ അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത CPM സംസ്ഥാന സെക്രട്ടറിക്കില്ലേ, പാർട്ടിക്കില്ലേ? അപ്പം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വസ്തുത CPM മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെ ധാരാളം രക്തസാക്ഷി ഫണ്ടുകൾ മുഖ്യ കേസുകൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാകാം ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യത്തെപ്പറ്റി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്.